ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. അത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിസ്മസ് ട്രീ, പിന്നെ അതിൽ ഹാങ് ചെയ്യാനുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. ഇതാ ഈ കാണുന്ന വലിയൊരു ക്രിസ്മസ് അപ്പനെ വെച്ചിരിക്കുന്നതാണ്. ഒരു ഷോപ്പിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. ഇത് ഒത്തിരി വലുതാണ്. നമ്മൾ ഇതിൻ്റെ അടുത്ത് നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ സൈസ് എന്താണെന്ന്. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ കുറേ ലൈറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ എന്താ പറയുക, എനിക്ക് 1-2 പ്രാവശ്യം കൂടി അതൊക്കെ പോയി കാണുന്നുണ്ട്. ഞാനിത് പെട്ടെന്നാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തത്. അത്രയും നല്ല കുറേ കാഴ്ചകളായിരുന്നു കേട്ടോ. അതെല്ലാം ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. ഇനി ഞങ്ങളിതെല്ലാം വാങ്ങുന്നതോടൊപ്പം നിങ്ങൾക്ക് കൂടി അതൊക്കെ ഒന്ന് കാണാം. പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ പ്രോപ്പർ പ്ലേസ് പറയുവാണെങ്കിൽ എറണാകുളം ബ്രോഡ്വേ ആണ്. അതായത് മെട്രോന് വരുന്നവരാണെങ്കിൽ എറണാകുളത്ത് മഹാരാജാസിൻ്റെ അവിടെ, അല്ലെങ്കിൽ നമുക്ക് MG റോഡുണ്ട്, അവിടെ ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ ബ്രോഡ്വേയിൽ പോകാൻ പറ്റും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ളിലേക്ക് വഴിയുണ്ട്, അങ്ങനെ നടന്നു വരാം. പിന്നെ ബസ്സിന് വരുന്നവരാണെങ്കിൽ മേനക ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഈ ബ്രോഡ്വേയിലേക്ക് വരാം കേട്ടോ. ഇത് ഒത്തിരി ഹോൾസെയിൽ ഷോപ്സ് ഉണ്ട്, ഒത്തിരി ട്രീസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പറ്റിയാലൊന്ന് വിസിറ്റ് ചെയ്യാം. മാക്സിമം ഒരു 6 o'clock ഒക്കെ ആകുമ്പോൾ പോവുകയാണെങ്കിൽ ഈ ലൈറ്റ്സ് എല്ലാം ഇവർ തെളിയിച്ചിട്ടുണ്ടാവും. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഇത് ഞങ്ങൾ വാങ്ങുന്നതിൻ്റെ ഒപ്പം നിങ്ങൾക്കും അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, നമ്മൾ എന്തൊക്കെയാണ് വാങ്ങുന്നതെന്നൊക്കെ കാണാം കേട്ടോ. പിന്നെ ഇതിൽ ക്രിസ്മസ് ട്രീ വാങ്ങാൻ പോകാൻ പ്രത്യേക ഒരു കാര്യം ഉണ്ടായിരുന്നു. അമ്മൂന് ഞാനൊരു ക്രിസ്മസ് ട്രീ വാങ്ങി കൊടുത്തത് 4 വയസ്സുള്ളപ്പോഴാട്ടോ. ഇപ്പോൾ അവൾക്ക് 18 വയസ്സായി. അപ്പോൾ അവളിങ്ങനെ എനിക്ക് തോന്നുന്നു 14 years ഞാൻ വെയിറ്റ് ചെയ്തു ഒരു ക്രിസ്മസ് ട്രീ അടുത്തത് കിട്ടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസൈറ്റിയിലാണ് അവൾ ഇതൊക്കെ വാങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് കൂടി നമുക്കൊന്ന് കാണാം. ഡിസൈഡ് എന്ത് മേടിക്കണം, അതൊക്കെ നമുക്ക് ഈ സാധനമൊക്കെ മേടിക്കാം. എനിക്ക് പപ്പാഞ്ഞിയുടെ നല്ല ഡ്രസ്സ് വേണം, നല്ല ക്വാളിറ്റി ഉള്ളത്, ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി. അതല്ല എടാ, അതൊന്ന് നോക്കി കാണിച്ചാടാ, മുമ്പ് നോക്കിയടാ. ഗോൾഡൻ ലൈറ്റ് അങ്ങോട്ടൊക്കെ. ഇതൊക്കെ എന്താ റേറ്റ്? ഇതാടാ പക്ഷെ അതിന്റെ കളറ് ലൈറ്റ് വച്ചേക്കാണ്. അതിനെത്ര? ഇവിടെ ചെറീസ് ഒക്കെയാണ്. ഇതൊക്കെ എന്താ റേറ്റ്? ആ ഒരു ബഞ്ചിനല്ലേ? ഈ റിങ് വന്നേക്കുന്നതോ ഏതാ? ഇതെത്രയാ? 350 അല്ലേ? അയാളുടെ അല്ലേ? പക്ഷെ അതെങ്ങനെയുണ്ട്? നമുക്ക് കളറ് ഏതാ? അത് വിടർത്തി വെച്ചതുണ്ടോ? ഈ വൈറ്റ് ഉള്ള ട്രീ ഉള്ളല്ലോ, പക്ഷെ അതിന് ലൈറ്റ് വന്നതുണ്ടല്ലോ. അങ്ങോട്ടും കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. ലൈറ്റ് ഈ ലെങ്ത് കൂടുന്നതനുസരിച്ച് അത് അത്ര വലുതാണോ? അല്ലേ, നല്ല ട്രീ ഉണ്ടോ? അതല്ല, അത്രയും പോരാ എനിക്ക്. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരും. മറ്റേതോ സ്നോ ഉള്ളതോ? ഇതിന് തിക്നെസ് കൂടുതലുണ്ടോ? അതൊന്ന് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. അതൊന്ന് എടുത്ത് പുറത്തേക്കൊന്ന് വെച്ച് ലെങ്ത് നോക്കട്ടെ. മറ്റേ സാധനം കണ്ടോ? അത് നോർമൽ തിക്നെസ്, ഇത് ഓവർ തിക്നെസ്. ഇത് ഓവർ തിക്നെസ്.
എവിടെ നിന്റെ എന്തോരം ഹൈറ്റ് ഉണ്ട്? ഇയാളുടെ എത്ര 5 feet 4 inch ഒക്കെ ഉണ്ടാവും അല്ലേ? എത്ര ഉണ്ട്? 5'7". 5'6" ഉണ്ട്. അത്ര ഉണ്ട്. ഞാൻ 4 ആ ചേച്ചി 5'4" ആണ്. തെറ്റിപ്പോയി. ഇവരോടൊന്ന് അഡ്ജസ്റ്റ് 6 മാസം മുന്നേ കൊടുക്കണം. അപ്പോൾ കണ്ടെയ്നർ അയക്കുള്ളൂ. 10 പോരെ? കറപ്പിക്കാൻ 10 പോരെ? 10 എടുക്കാം. അത് പക്ഷെ അതായിരിക്കും ഭംഗി. നീ ആദ്യം 10 എടുക്ക, പിന്നെ അടുത്ത സാധനം എടുക്ക. ഇതേടാ ഇതെടുക്കടാ, ഈ ഗോൾഡൻ സാധനം. യെസ്, അല്ല നിങ്ങളുടെ കടയ്ക്ക് നല്ല ഇത് ഇടും. ഞാൻ കടയുടെ പേരും കൊടുത്തേക്കാം. അതെ, നിങ്ങളെ എനിക്കല്ലേ നല്ല ക്വാളിറ്റി പപ്പാഞ്ഞിയുടെ ഡ്രസ്സ് വേണം. ഫൈൻ ക്വാളിറ്റി വെൽവെറ്റ്. അതെവിടെ കിട്ടും? സ്റ്റിച്ച് ചെയ്തെങ്കിലും വേണം എനിക്ക്. ഒരു 4000 പ്രശ്നമില്ല. എടാ റെഡ് വേണ്ട എടാ. ഇതിന് അങ്ങനെ വേറെ റേറ്റ് അങ്ങനത്തെ റേറ്റ്. അന്ന് നീ അത് തന്നെ എടുക്കാം. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിനെത്രയാ? അത് 40. അത് തന്നെ എടുത്തത്. ഇത് ഡിഫറെന്റാ. ഇനി ഉണ്ട വലിപ്പം കൂടുതല. എടാ ഇതിനൊക്കെ എന്താടാ റേറ്റ്? ഇതെന്താ റേറ്റ്? ഇതോ എടുക്കാം. ഞാൻ ഇവൾക്ക് ഇഷ്ടമുള്ള എടുക്കട്ടെ, എന്നിട്ട് നമുക്ക്. ഇപ്പൊ ഞാനല്ല. ഹായ്, ഈ ബോളിന് എത്രയാ? 45. ഈ ക്രിസ്മസ് അപ്പൂപ്പനോ വലുത്? ഇതല്ലേ വേണ്ടേ? അല്ലെങ്കിൽ ഏതാ വേണ്ടേ? 8 feet. ഇതിന്റെ 8 feet ഒരെണ്ണം എടുക്കും. ഇത് ഈ അപ്പൂപ്പൻ എത്രയാണ് റേറ്റ്? 70 വലുതാ. പക്ഷെ കണ്ണൊക്കെ കൊള്ളൂല. ഏതാ കണ്ണുണ്ടോ? ഇത് കൊള്ളാം. ഇത് വേണം. ഇത് ഉറങ്ങുന്നുണ്ട്, അതിനങ്ങനെ അങ്ങനെ തോന്നിയതാ. ഇതോ? ഇതിനെത്രയാണോ പറഞ്ഞ? 45. ഗോൾഡ് ഗോൾഡൻ എടുക്കാം. നീ അത് വെച്ചിട്ടോ. ആ ആ കളേഴ്സ് ഒന്നും വേണ്ട ഞങ്ങക്ക്. ഒറിജിനൽ വേലൊക്കെ ഉണ്ട്. അതൊന്നും വേണ്ട. ഇതിനെത്രയാണ്? അത് വില കുറവാ. എത്ര? മമ്പു ഈ സ്റ്റിക്ക് വേണോ മമ്പു? വെള്ള വേണ്ടല്ലേ. അത് ഗോൾഡൻ ആണോ? ഗോൾഡനാ. എന്റെ കണ്ണിന് പ്രശ്നമില്ല. അത് ചെറുതാ. ചെറുത് വേണ്ട. നമുക്ക് വേറെ എവിടെന്നെങ്കിലും കൂടെ മേടിക്കാം. മേരി ക്രിസ്മസ് വേണ്ടേ? ട്രീനെ വെക്കാൻ വേണ്ടി ചെറുതാ ഇതേപോലെ. ഇതേപോലെ അപ്പോഴേ ലൂപ്പ് ഉണ്ടാവുള്ളൂ. അത് വേണ്ട. ഈ റിങ്സ് ഒക്കെ നല്ല രസമുണ്ട്. അൺബോക്സിംഗ്. അൺബോക്സിംഗ്. ഈ ട്രീ തുറന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളെ. അതെനിക്കറിയാം. സ്റ്റാൻഡ് അതൊന്നും കാണിക്കണ്ട. ട്രീ എങ്ങനെയുണ്ടത് ഇതിന് അത്യാവശ്യം തിക്നെസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. തിക്നെസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. ഇല്ല, നാളെ തന്നെ തിരിച്ചു. അത് മതി. ഇനിയാണ് വീട്ടിൽ പോയി തുറക്കും. ഇന്ന് തന്നെ സെറ്റ് ചെയ്യില്ല. നമ്മള് കുറച്ച് ദിവസം കഴിഞ്ഞ് സെറ്റ് ചെയ്യുള്ളൂ. അവിടെ തന്നെ ഫസ്റ്റ് ഡ്രോയിലുണ്ടാവും. ഋത്തുവിനെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വിളിക്കുക ഒരു ദിവസം. നാളെ പോകും. എനിക്ക് സ്കൂളിലേക്ക് നല്ല രസമുണ്ട്. എനിക്ക് ഞാനിങ്ങനെ ഇതേപോലെ തിക്നെസ് ഉള്ള ട്രീ ആയിരുന്നടാ എനിക്കിഷ്ടം. ഇത് എത്ര സൈസ്? അത് പണ്ടത്തെ ഫാഷനാണ് മോനെ. ഈ ഇതിനൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട്? പക്ഷെ ഭയങ്കര വലുതല്ലേ? എടാ ഇവിടെ നല്ല സാധനങ്ങളുണ്ടല്ലോ. അതിനെത്രയാന്ന് വെച്ചാ ഇതൊക്കെ എത്ര റേറ്റ് ഉണ്ട്? അതിന്റെ കുറെ വെറൈറ്റി ഉണ്ടോ? ഇതിന് എത്ര റേറ്റ് ഉണ്ട്? അതാണെങ്കിൽ 50, 50, 50, 30 അങ്ങനെ കുറെ റേഞ്ച് ഉണ്ടോ. ഇതൊക്കെയാണ് 40 rupees. ഇതാണ് 40 അല്ല. ചെറീസ് ഉള്ള ഈ ചെറീസ് ഒക്കെ ഇതിന് റേറ്റ് 120. എടാ ഇത് വേണമെങ്കിൽ നിനക്ക് ഞാൻ അടുത്ത ദിവസം വേറെ കുറച്ച് നോക്കിയിട്ട് മേടിക്കാം. ഇതും കൂടെ ഒന്ന് എടുത്തേട്ടെ.
ചെറിയ ഈ ചെറിയ നീ കുറച്ചെടുത്തിട്ടില്ലേ? ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഞാൻ. ആ അത് മതി. ഞാൻ 40 എടുത്തേക്കണേ. ആ ഇതേടാ ഏത് അത് ഞാനൊന്ന് സ്കൂളിൽ ഇതേടാ ഈ ബെല്ലം ഇത് എത്രയാ അതിന് റേറ്റ്? ഡിസ്പ്ലേ എടാ നിനക്ക് ബെല്ല് മാത്രം ഞാൻ വേണമെങ്കിൽ മേടിച്ചു. പൈൻസ് അത് ഈ സാധനം നമ്മുടെ സ്കൂളിൽ കുറെ വീഴുന്നുണ്ട്. മറ്റേ ട്രീ എന്നില്ലേ മുമ്പ് സാന്റ എവിടെ? അതിനെത്രയാ? 150. സെറാമിക് ആണ്. അതെന്ത് ചെയ്യൂടാ അതിനാ? എനിക്ക് എന്റെ ഫ്രണ്ടിനെ ഗിഫ്റ്റ് കൊടുക്കാനാ. ഏഞ്ചൽ അല്ലേ? സെറാമിക് എനിക്ക് സാന്റേനൊക്കെ ഇഷ്ടപ്പെട്ടു. ഹാങ് ചെയ്തിട്ടേക്കുന്നത് നല്ല രസം, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ. ഇത് നോക്കിയ ഈ ക്രിസ്മസ് ഒക്കെ തന്നെ നല്ല ഭംഗിയുണ്ട്. ലൈറ്റ് നമുക്കല്ലേ ട്രീ സെറ്റ് ചെയ്തിട്ട് നോക്കിയാൽ മതി ആവുമ്പോ. ആ ഈ ലൈറ്റ് അല്ലേ? സ്റ്റാർ ഒന്ന് നോക്കിട്ടോ ഇങ്ങോട്ട്. ആ നോക്കാം. ഞാൻ പപ്പാഞ്ഞിയുടെ ഡ്രസ്സൊന്ന് നോക്കട്ടെ. പപ്പാഞ്ഞി ഇവരാണ് പപ്പാഞ്ഞിയുടെ ഡ്രസ്സുകാർ. അതിപ്പോ മേടിക്കണ്ട, അത് പിന്നെ മേടിക്കാം. ഹലോ, നിങ്ങളാണ് പപ്പാഞ്ഞിയുടെ ഡ്രസ്സിന്റെ ആൾക്കാർ? പിന്നെ അത് സ്കൂളിലേക്കാണ് എനിക്ക് ഇത് വേണ്ടത്. പപ്പാഞ്ഞി ചെറിയ പപ്പാഞ്ഞല്ല, ഫുള്ള് പപ്പാഞ്ഞിയുടെ ഡ്രസ്സ്. മമ്പു ഇതേടെ വലിയ പപ്പാഞ്ഞി. ഈ വലിയ പപ്പാഞ്ഞിക്ക് എന്താ റേറ്റ്? പപ്പാഞ്ഞിയുടെ വടി. അയ്യോ നമ്മള് ലൈറ്റ് വാങ്ങിയല്ലോടാ. നമുക്ക് ഈ നക്ഷത്രം നോക്കാം. എടാ നമുക്കൊരു സ്റ്റാർ നോക്കണം മുമ്പ്. ഏത് സ്റ്റാറാ ലൈറ്റ് ഇട്ട്? സ്റ്റാറിന് നമുക്ക് റെഡ് പോരെ? എല്ലാം നമ്മുടെ റെഡ് അല്ലേ? റെഡിൽ ഏതാ ഭംഗി നമുക്ക്? ചേട്ടൻ ഈ കടയിലാണോ? നമുക്കൊരു നല്ല സ്റ്റാർ വരും. അത് ശരിയാ, ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ നിന്ന് വാങ്ങുന്നത്. റെഡില് ഏതാടാ? ആ അത് തന്നെയാണ് എനിക്കും ഇഷ്ടപ്പെട്ടത്. അതിനെത്രയാ ചേട്ടാ റേറ്റ്? എവിടെ മുമ്പ് ഒന്ന് നീക്കി പിടിച്ചേ. ആ നല്ല സ്റ്റാറാ. റെഡ് ആ അതിൻ്റെ ബൾബ് ഇവിടെ കിട്ടുമോ? ബൾബിന് എത്ര രൂപയാ? ഈ കടയൊക്കെ എത്ര കണ്ടാലും മതിയാവില്ലല്ലോ മുമ്പ്. ഈ സാധനം നോക്ക്. ഹോ എടാ ഇത് ലൈറ്റ് കടയാട്ടോ. ഇവരോട് ചോദിച്ചോ.
ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ നമ്മൾ ക്രിസ്മസ് ട്രീ വാങ്ങിയതിൻ്റെയും ലൈറ്റ് വാങ്ങിയ കടയുടെയും ബിസിനസ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ ആ കാർഡ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക കേട്ടോ. പറ്റുവാണെങ്കിൽ എന്തായാലും ബ്രോഡ്വേ ഒന്ന് വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവരോട് പ്രത്യേകം പറയാൻ ശ്രദ്ധിക്കുക, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇൻസ്പയർഡ് ആയിട്ട് വന്നാണെന്ന്. എന്നുവെച്ചാൽ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാനും വാങ്ങാനും സാധിക്കും. ഇത് ആക്ച്വലി ഹോൾസെയിൽ മാർക്കറ്റാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കംപ്ലീറ്റ് ഷോപ്സും അവരുടെ ബ്യൂട്ടി ആക്സസറീസോ അല്ലെങ്കിൽ വേറെ എന്ത് വിൽക്കുന്ന ഷോപ്പാണെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ മാത്രമാണ് അവിടെ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തേക്ക് കയറിയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഞാനത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ ഇത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.